നല്ല മഴയത്ത് ചൂടുള്ള ബജ്ജി കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൊതിമൂത്തതേ ബജ്ജിക്കടയിൽ പോയി ബജ്ജിയൊക്കെ വാങ്ങിച്ച് കയ്യോടെ കഴിക്കുവാണ് കേട്ടോ. അങ്ങനെ ഇരിക്കെ വേറൊരു കൊതിയും കൂടി വന്നു, നെയ്ച്ചോറും ബീഫ് കറിയും കഴിക്കണമെന്ന് കേട്ടോ. പിന്നെ ഞാൻ തന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നെയ്ച്ചോറിൻ്റെ അരി ഈ ഒരു പാത്രത്തിലാണ് അളവിലെടുക്കുന്നത് കേട്ടോ. അളവൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ നെയ്ച്ചോറ് ഫ്ലോപ്പായി പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ 2 ടീസ്പൂൺ നല്ല നെയ്യ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നെയ്ച്ചോറിൻ്റെ അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോയതിന് ശേഷം നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അരി ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മുടെ കറക്റ്റ് പാകം എന്ന് പറയണത്. നമ്മൾ നെയ്ച്ചോറെടുത്ത സെയിം പാത്രത്തിൽ തന്നെ 2 തവണ നിറച്ച് വെള്ളം എടുത്തിട്ട് പിന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ടിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഗ്രാമ്പൂ, കരയാമ്പൂ, പിന്നെ കുരുമുളക്, ഏലക്ക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊരു 2 ഏറ് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഈ കുക്കറിൽ 2 ഏറ് കേട്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് വേണം കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മുടെ പാകത്തിന് നല്ല അടിപൊളി നെയ്ച്ചോറോടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആ നെയ്യും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇങ്ങനെ വരിക. അപ്പോഴത്തേക്കും നമ്മുടെ നെയ്ച്ചോറും ബീഫ് കറിയും കച്ചമ്പറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അച്ചാറില്ല, തീർന്നു പോയി. അപ്പോൾ അത് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കുകയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.